മാന്നാറിലെ കലയുടെ കൊലപാതക കേസിൽ അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം അന്വേഷണ സംഘം ഊർജിതമാക്കി. CBI, ഇന്റർപോൾ മുഖാന്തരമാകും പ്രതിയെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ നീക്കുക. അതേസമയം കൂട്ടുപ്രതികൾ അറിയാതെ ഒന്നാം പ്രതി അനിൽകുമാർ സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മൃതദേഹം മാറ്റിയോ എന്ന സംശയവും അന്വേഷണ സംഘത്തിനുണ്ട്. കേസിലെ ഒന്നാം പ്രതി അനിൽകുമാറിൽ നിന്ന് വേണം അന്വേഷണ സംഘത്തിന് നിർണായക വിവരങ്ങൾ തേടാൻ. അതിനായി അനിൽകുമാറിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സെപ്റ്റിക് ടാങ്കിൽ നിന്നും ശേഖരിച്ച വസ്തുക്കൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി തിരുവനന്തപുരത്തെ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അമ്പലപ്പുഴ, മാന്നാർ പോലീസും ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും ചേർന്ന 21 അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കൊലപാതകത്തിനു ശേഷം മൃതദേഹം ആറ്റിൽ ഉപേക്ഷിക്കാനായിരുന്നു ആദ്യം പദ്ധതിയിട്ടതെന്ന് പ്രതികളിൽ ഒരാൾ മൊഴി നൽകി. സാഹചര്യം അനുകൂലമല്ലാതിരുന്നതിനാൽ തീരുമാനം മാറ്റി. അനിൽകുമാറിന്റെ വീട്ടിലെ സെപ്റ്റിക് ടാങ്കിലാണ് മൃതദേഹം മറവ് ചെയ്തതെന്ന് 4-ാം പ്രതി പ്രമോദ് മാത്രമാണ് മൊഴി നൽകിയിട്ടുള്ളത്. എന്നാൽ കൂട്ടുപ്രതികൾ അറിയാതെ ഒന്നാം പ്രതി അനിൽകുമാർ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് മാറ്റിയോ എന്ന് പോലീസിന് സംശയമുണ്ട്. മൃതദേഹം ഭാഗങ്ങളാക്കി മറ്റെവിടെങ്കിലും മറവ് ചെയ്തോ എന്നും സംശയിക്കുന്നു. കലയെ എങ്ങനെ കൊലപ്പെടുത്തിയെന്നും മൃതദേഹം എവിടെ മറവ് ചെയ്തുവെന്നും അറിയാവുന്നയാൾ അനിൽകുമാർ മാത്രമാണ്. മേസ്തിരി പണിക്കാരനായ അനിൽകുമാറിന് മൃതദേഹം വിദഗ്ധമായി മറവ് ചെയ്യാൻ സാധിക്കുമെന്നും പോലീസ് കരുതുന്നു. 3 പ്രതികളെയും ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എങ്ങനെ കൊലപാതകം നടത്തിയെന്ന കാര്യത്തിൽ പ്രതികൾ നൽകുന്ന മൊഴികളിൽ ഇപ്പോഴും വൈരുദ്ധ്യമുണ്ട്. നിഷ ദിലീപ്, ജനം, ആലപ്പുഴ.